നമസ്കാരം. മാവൂരിലെ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ വിവാദം കത്തുകയാണ്. ഈ ഫയർ സ്റ്റേഷൻ വരുന്നതിന് പിന്നിൽ ചില നാൾവഴികളുണ്ട്. അതിന് തീപ്പൊരി കൊടുത്ത അല്ലെങ്കിൽ ഈ ഫയർ സ്റ്റേഷൻ്റെ തുടക്കം കുറിച്ച അനീഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇതുപോലൊരു റമദാൻ മാസത്തിലാണ് അന്ന് താങ്കൾക്ക് ആ ദുരിതം ഉണ്ടായത്, ആ തീപിടുത്തം ഉണ്ടായത്. അതേക്കുറിച്ചിട്ട് ചെറിയ വാക്കുകളിലൊന്ന് പറയാം. ഓക്കെ. ഈ ഒരു കമ്പനി വളരെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് അവാർഡ് തന്ന് ആദരിച്ചിട്ടുണ്ട് 2014. എന്തിനു വേണ്ടിയിരുന്നത്? അത് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് സക്സസ്ഫുള്ളി ഇങ്ങനെ ഒരു യൂണിറ്റ് നടത്തി മുന്നോട്ട് നിന്ന ഒരു ഭിന്നശേഷിക്കാരൻ എന്നുള്ള നിലക്കാണ് എനിക്ക് അവാർഡ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ BR അംബേദ്കർ നാഷണൽ എക്സലൻ്റ് അവാർഡ് അതും നമുക്ക് ബിസിനസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയതാണ്. അങ്ങനെ 2 അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് നഷ്ടപ്പെട്ടു പോയത്. ജൂൺ 15-ാം തീയതിയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. എന്താ വെച്ചാൽ ഞാൻ യൂക്കോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 8 ലക്ഷം രൂപയോളം ലോൺ എടുത്തിട്ട് തുടങ്ങിയൊരു യൂണിറ്റ് സക്സസ്ഫുള്ളി 15 വർഷത്തോളം റൺ ചെയ്തു. ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പച്ച പിടിച്ച് വരുന്ന സമയത്തായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. അത് കാരണം നല്ല ഒരു ഓർഡറുള്ള സമയത്ത് ഞായറാഴ്ച ഞാൻ ജോലിക്കാരൊന്നുമില്ല. ആ ഒരു സമയത്ത് വേറൊരു പയ്യനെ എന്നെ ഹെൽപ്പിന് വേണ്ടി കൂട്ടി ഞാനും ആ പയ്യനും കൂടി കമ്പനീൻ്റെ അകത്ത് വർക്ക് ചെയ്ത് ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഫയറിങ്ങിൻ്റെ തീപിടുത്തം ഉണ്ടാകുന്നത്. അങ്ങനെ തീപിടുത്തം ഉണ്ടായി വൈദ്യുതി ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് വിലയിരുത്തിയത്. അങ്ങനെ പെയിൻറ്റും അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായിരുന്നു, റോ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, NCP എല്ലാം റെസിന് എല്ലാം തീപിടിക്കുന്ന സാധനങ്ങളാണ്, ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ. ഇതിനെല്ലാം തീപിടിക്കുകയും ഞാൻ എഴുഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ജീവിതം ഓടിയത്, പുറത്തേക്ക് ഓടി. അതുപോലെ തന്നെ ആ പയ്യനെയും പുറത്തേക്കാക്കി. അങ്ങനെ റോഡിൽ ഇരുന്നിട്ട് പല ഫയർ സ്റ്റേഷനിലേക്കും വിളിച്ചു. വിളിച്ചെങ്കിലും എനിക്ക് കൈ വിറക്കുന്നുണ്ടായിരുന്നു, എന്താ ചെയ്യേണ്ടത് നിശ്ചയമില്ലാത്തൊരു അവസ്ഥയായിരുന്നത്. കാരണം ഒരു ഭാഗത്ത് നമ്മളെ ഇതുവരെ കെട്ടിപ്പടുത്ത സംരംഭം മൊത്തം കത്തിച്ചാമ്പലാവുകയാണ്. അപ്പുറത്തും ഫൈബർ ടാങ്കിൻ്റെ കമ്പനി അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് പഴയ കെട്ടിടം ആമിന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പഴയ കെട്ടിടമുണ്ട്. ഇതിനൊക്കെ തീപിടിച്ചാലുള്ള അവസ്ഥകളൊക്കെ എന്നെ വല്ലാതൊരു ഇതിലായിട്ടുണ്ട്. നമ്മളെ കമ്പനിയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിക്കുന്നതൊക്കെ അവർ വരാമെന്ന് പറയാമെന്നല്ലാതെ ഒരു 10-15 മിനിറ്റോളം അങ്ങനെ ഹാങ്ങിങ് നിന്നു. പിന്നെയാണ് അതിൻ്റെ അബദ്ധം അവർ പറഞ്ഞത് ഇത് കൊണ്ടോട്ടി സ്റ്റേഷനാണ്. കാരണം ഞാൻ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടി റേഞ്ച് കിട്ടുന്ന സ്റ്റെപ്പിലായിരുന്നു. ആ സമയത്ത് കൊണ്ടോട്ടിയിലേക്കാണ് പോയത്. അങ്ങനെ ഇവിടുത്തെ വ്യാപാരി വ്യവസായിൻ്റെ മാവൂര നാസർ വന്ന് അവർ മുക്കത്തേക്ക് വിളിച്ച് അവിടുന്ന് ഫയർ എൻജിൻ വന്നപ്പോഴത്തേക്കും ഏകദേശം 3/4 മണിക്കൂർ ആയി. ആ സമയത്ത് എല്ലാം കത്തിച്ചാമ്പലായി ഒരു അടുപ്പിലേക്ക് നോക്കുന്ന ഒരവസ്ഥയായിട്ട് മാറി. നമ്മളെ എല്ലാ സ്വപ്നങ്ങളും അതോടുകൂടി അസ്തമിച്ചു. പക്ഷേ താങ്കൾക്ക് ഒരു കാര്യമാണ്, ഈ തീപിടുത്തത്തിലും പ്രത്യേകിച്ച് ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിൽ താങ്കൾ കരിഞ്ഞ് വെണ്ണീരാവേണ്ടത് എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ സമയത്ത് രക്ഷപ്പെട്ടത്. ഞാൻ അതാണ് ഓർത്തത്. ഈ ഒരു വാതിൽ അടക്കാൻ പോവാണ്, അപ്പം വേറൊരു വാതിൽ തുറന്നു വെച്ചിട്ടാണ് പഠിച്ചവൻ ഈ വാതിൽ അടക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എനിക്ക് ഇൻഷുറൻസിൻ്റെ നയാ പൈസ എനിക്ക് കിട്ടില്ല. മാത്രമല്ല ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് മാവൂര നാസർ MLA ഉണ്ട് കുറ്റിക്കാട്ടൂർ, നമ്മളെ റഹീം സാഹിബുണ്ട്. അവർ വളരെ പെട്ടെന്ന് വന്ന് ഈ സംഭവം കത്തുന്നത് മുഴുവൻ PT റഹീം സാറ് കാണുന്നത്. അപ്പം PT റഹീം സാറ് അപ്പം പറഞ്ഞ് ഈ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നമുക്കൊരു നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ. അങ്ങനെ ഒരു പേപ്പർ കട്ടിങ്ങും അതുപോലെ തന്നെ മുക്കം ഫയർ സ്റ്റേഷനിൽ അവർ സർട്ടിഫിക്കറ്റ് തന്നു. 10 ലക്ഷത്തിന് മുകളിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നു. ഇതെല്ലാം കൂടി സബ്മിറ്റ് ചെയ്തു. 6 മാസത്തിന് ശേഷം എന്നോട് താലൂക്ക് ഓഫീസിൽ ചെല്ലാൻ വേണ്ടി തഹസിൽദാർ പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലാണ് അതിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്.
അപ്പം ഞങ്ങൾ എത്ര രൂപ കിട്ടി? തഹസിൽദാർ ഓഫീസിൽ പോയി. ഞാൻ വൈഫിനെ പറഞ്ഞയച്ചു. എനിക്കത് കയറാൻ പറ്റാത്തതിന് വൈഫിനെ പറഞ്ഞയച്ചു. വൈഫ് മേടിച്ചുകൊണ്ട് വന്നു. ആകെ കിട്ടിയത് 5000 രൂപ, 5000 റുപ്പീസാണ് കിട്ടിയത്. സംഘടനാ ലെവലും എൻ്റെ കൂട്ടുകാരും വ്യാപാരി വ്യവസായി ചെറുകിട വ്യവസായ അസോസിയേഷൻ ഇവരൊക്കെ ആത്മാർത്ഥമായി അകമഴിഞ്ഞ് സഹായിച്ച് ഞാൻ വീണ്ടും അത് സ്ഥാപിച്ച സമയത്ത് പിന്നെ മാർക്കറ്റിംഗൊക്കെ ഡല്ലായി. അങ്ങനെ അല്ല, അതിപ്പം പെട്ടെന്ന് ഒന്നാമത് കത്തിപ്പോയി. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാലതാമസം എന്തായാലും വന്നിട്ടുണ്ടാവുമല്ലോ. ഒരു വർഷത്തോളം കാലതാമസം വന്നു. ഈ സമയത്ത് MLA തന്നൊരു വാക്കാണ് 10 വർഷത്തിന് ശേഷം ഇപ്പം പ്രാവർത്തികമാകുന്നത്. അത് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ഒരു നഷ്ടം വന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു സംഗതി നാട്ടിൽ കിട്ടിയല്ലോ, വരും തലമുറയ്ക്ക് കിട്ടിയല്ലോ എന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഇതിന്റെ തീപ്പൊരി, അതായത് ഈ ഫയർ സ്റ്റേഷന്റെ ഇപ്പൊ ഫയർ സ്റ്റേഷൻ കത്താണ്. കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയ കത്തലാണ്. ആ കത്തിൽ ഒരു തീപ്പൊരി ആയിട്ട് തുടക്കം കുറിച്ചത് അനീഫയാണ്. ഓക്കെ, മാവിന്റെ ഒരു സർക്കാർ സ്ഥാപനം, അതും പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനത്തിൽ വന്ന ഒരു സർക്കാർ സ്ഥാപനം, അത് അനീഫയാണ് അതിന്റെ തുടക്കക്കാരൻ എന്നതിൽ നഷ്ടങ്ങളുണ്ടെങ്കിലും അതിന്റെ തുടക്കക്കാരനായി എന്നുള്ളത് ഒരു സംഭവം തന്നെ. അനീഫയിൽ ഞാൻ കാണുന്നത് ജീവിതത്തിൽ ഇത്രയും പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് വീണ്ടും അനീഫ ആ ബിസിനസ് പോയി, അത് നഷ്ടപ്പെട്ടു എങ്കിൽ പോലും ജീവിതത്തിലെ ഒരു നിരാശയില്ലാതെ എല്ലാം നേരിട്ടുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനീഫ, തീർച്ചയായും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. താങ്ക് യു.